Hello, my dear friends. So, today we are going to study a new chapter from the textbook, Multiple Modernities, Readings on Kerala. So, this chapter is the first chapter that is titled A Conversation That Spreads Light, Sri Narayana Guru, written by Professor M.K. Sanu. So, this chapter is a part of a biography of Sri Narayana Guru, written for children by Professor M.K. Sanu. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. സോ അതെന്താണ്? പ്രൊഫസർ M.K. സാനു എന്ന് പറയുന്ന അല്ലെ മലയാളത്തിൽ ഒരു ഫേമസ് ക്രിട്ടിക് ആൻഡ് ബയോഗ്രാഫർ. അദ്ദേഹം അല്ലെ ശ്രീനാരായണ ഗുരുവിനെ പറ്റി എഴുതിയ അദ്ദേഹത്തെ അല്ലെ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം, അതായത് ബയോഗ്രാഫി ആർക്ക് വേണ്ടി എഴുതിയത്? കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ബയോഗ്രാഫിയാണ് ബേസിക് ആയിട്ട് ഈ ഒരു ഒറിജിനൽ വർക്ക്. അതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്, അതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു പാർട്ടാണ് ഇത്. നമുക്ക് അല്ലെ പഠിക്കാനുള്ള എ കോൺവെർസേഷൻ ദാറ്റ് സ്പ്രെഡ്സ് ലൈറ്റ്. സോ പറഞ്ഞു അല്ലെ, നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് ഇത് അല്ലെ കുട്ടികൾക്ക് വേണ്ടി പ്രൊഫസർ അല്ലെ സാനു മാസ്റ്റർ എഴുതിയിട്ടുള്ള ഒരു ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രത്തിന്റെ നിന്നെടുത്തിട്ടുള്ള ഒരു പാർട്ടാണ്. അതുകൊണ്ട് തന്നെ അല്ലെ വളരെ ഈസി ആയിട്ട് നമുക്കല്ല വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. സോ ഈ ഒരു വർക്ക് ഐ മീൻ ദ ടെക്സ്റ്റ് അല്ല ഫ്രം വിച്ച് ദിസ് പാർട്ട് ഓഫ് അവർ അല്ല ചാപ്റ്റർ ഈസ് ടേക്കൺ, ടെക്സ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1975. സോ മലയാളത്തിലല്ലേ 1975 ആ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു അല്ലെ എന്ന് പറയുന്ന ഒരു ജീവചരിത്രം, ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം പബ്ലിഷ് ചെയ്യുന്നത് 1975 ആൻഡ് ഇറ്റ് ഹാസ് മെയിൻലി 3 പാർട്സ്. 3 പാർട്സ് ആയിട്ടാണ് ആ ഒരു ബുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ബിഗിനിങ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചെമ്പഴന്തി എന്നാണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന്റെ അല്ലെ ജന്മസ്ഥലമാണ് ഇത്, ചെമ്പഴന്തി. സോ ലാസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് ടുവേർഡ്സ് പീസ് അല്ലെ ടുവാർഡ്സ് പീസ് എന്നുള്ളതാണ്. അതായത് സമാധാനത്തിന് നേരെ എന്നുള്ളതാണ്. അത് സമാധി വരെയുള്ള അല്ലെ ഗുരുവിന്റെ, അതായത് ജീവിതം തുടങ്ങിയ അല്ലെ ചെമ്പഴന്തിയിൽ നിന്നും തുടങ്ങിയ ജീവിതമല്ല, അത് ഗുരുവിന്റെ സമാധി വരെ അല്ല, അതായത് മരണം വരെയുള്ള അല്ല ഡെത്ത് വരെയുള്ള കാര്യമാണ് ഇവിടെ വ്യത്യസ്തമായ അല്ലെ ചെറിയ ചെറിയ കോൺവെർസേഷനിലൂടെയൊക്കെ അല്ലെ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരു പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ നിന്നുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്, എ കോൺവെർസേഷൻ ദാറ്റ് സ്പ്രെഡ്സ് ലൈറ്റ്. And now we have to talk about Sri Narayana Guru and also this chapter in general. But before that, we should discuss the writer, Professor M.K. Sanu. So Professor M.K. Sanu എന്ന് പറയുന്ന അല്ലെ ആ ഒരു വിമർശകൻ അല്ലെങ്കിൽ ആ ഒരു ജീവചരിത്രകാരൻ അല്ലെ, അവരെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെ, ഹി വാസ് ബോൺ ഇൻ 1928, 1928 അദ്ദേഹം ജനിക്കുന്നത്. സോ വി കൻ സേ ദാറ്റ് ഹി ഈസ് എ ഫേമസ് മലയാളം literary critic, a biographer, editor, translator, a journalist, orator, social activist and also a humanist. അല്ല, ഒരുപാട് നിലകളിൽ പ്രശസ്തനാണ് സാനു മാസ്റ്റർ. സോ ഒരു വിമർശകനാണ് അല്ല, ഒരു ജീവചരിത്രകാരനാണ്, ഒരു എഡിറ്റർ ആണ്, പിന്നെ ഒരു ട്രാൻസ്ലേറ്റർ ആണ്, ഒരു ജേർണലിസ്റ്റ് ആണ് അല്ല, ഒരു പത്രപ്രവർത്തകനാണ്, പിന്നെ എന്താണ് ഒരു ഓറേറ്റർ അല്ല, ഓറേറ്റർ പറഞ്ഞാൽ ഒരു പ്രാസംഗികൻ അല്ല, ഒരു പ്രാസംഗികനാണ്, പിന്നെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്, പിന്നെ ഒരു ഹ്യൂമനിസ്റ്റ് ആണ് അല്ലെ. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ അല്ല നേതൃത്വം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? പ്രൊഫസർ M.K. സാനു മാസ്റ്റർ. He has authored about 36 books. അദ്ദേഹം അല്ലെ ഓവറോൾ ഒരു 36ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. And he also translated 4 books. അദ്ദേഹം അല്ലെ 4 ബുക്സ് ട്രാൻസ്ലേഷനും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു അല്ലെ എന്താണ്, അദ്ദേഹം ഒരുപാട് മാനുഷിക അല്ലെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള അല്ല ഒരു വ്യക്തിയാണ്. സോ ഈസ് എ പ്രോമിനന്റ് മെമ്പർ ഓഫ് ദി ഇന്റർനാഷണൽ ബോഡി ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യന്റെ അല്ലെ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയുള്ള അല്ലെ ആ ഒരു ഇന്റർനാഷണൽ ബോഡിയിൽ ഒരു മെമ്പറായിട്ട് കൂടിയല്ല അദ്ദേഹം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. And he also founded so many
ചാരിറ്റബിൾ അസോസിയേഷൻസ് ജസ്റ്റ് ലൈക്ക് മിത്രം, അതായത് എറണാകുളത്തെ അല്ല മിത്രം എന്ന് പറയുന്ന ഒരു മെന്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അല്ലെ മാനസികമായിട്ട് വൈകല്യങ്ങളുള്ള കുട്ടികൾക്കൊക്കെ അല്ലെ വേണ്ടിയുള്ള ഒരു സ്കൂൾ അദ്ദേഹം അല്ലെ തുടങ്ങുന്നതിലെ ഒരു മുഖ്യ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. He has won so many prestigious awards. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ അല്ലെ അദ്ദേഹം ഒരുപാട് അവാർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് കിട്ടുന്നത് ബയോഗ്രാഫി നമ്മൾ പറഞ്ഞല്ലേ, അദ്ദേഹം മെയിനായിട്ട് ജീവചരിത്രകാരൻ എന്നുള്ള രീതിയിലും അല്ല ഒരു വിമർശകൻ എന്ന രീതിയിലുമാണ് ഫേമസ് ആയിട്ടുള്ളത്. സോ ജീവചരിത്രം അല്ല മെയിൻ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് അറിയാം പ്രൊഫസർ MK സാനു മാസ്റ്റർ. എസ്പെഷ്യലി ഹി വൺ ദ Kendra Sahitya Akademi Award for his biography of Bashir. ബഷീറിന്റെ ആ ഒരു അല്ലെ ബയോഗ്രാഫി, അതായത് ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ. സോ ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന് പറയുന്ന ആ ഒരു വർക്കിനാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. പിന്നെ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അവാർഡും ഓവറോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹം സാഹിത്യത്തിന് വേണ്ടി അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകൾക്ക് അല്ലെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലേ ബയോഗ്രാഫി എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുതിയ ബയോഗ്രാഫി ഓഫ് കോഴ്സ് നമ്മളെ ചാപ്റ്റർ അല്ലെ ആ ഒരു ചാപ്റ്റർ ഈസ് അബൌട്ട് ശ്രീനാരായണ ഗുരു. സോ ഹി ഹാസ് റിട്ടൺ അല്ലെ ദ ബയോഗ്രാഫി ഓഫ് ശ്രീനാരായണ ഗുരു ആൻഡ് ഓൾസോ സം അതർ prominent social reformers just like സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന അല്ലെ വേറൊരു സാമൂഹിക പരിഷ്കർത്താവിന്റെ അല്ലെ ബയോഗ്രാഫി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ സാഹിത്യകാരന്മാരായ നമ്മൾ പറഞ്ഞു അല്ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബയോഗ്രാഫിക്ക അല്ലെ പറ്റിയുള്ള ബയോഗ്രാഫിക്കാണ്. പിന്നെ അദ്ദേഹം പിന്നെയും ഒരുപാട് എഡിറ്റേഴ്സ് ഒക്കെ ആയിട്ട് എഡിറ്റർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹി വർക്ക്ഡ് ആസ് എൻ എഡിറ്റർ ഫോർ ദി കുങ്കുമം വീക്കിലി അല്ലെ കുങ്കുമം എന്ന് പറയുന്ന ഒരു വീക്കിലിക്ക് വേണ്ടി അദ്ദേഹം എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അല്ലെ എന്താണ് ഒരു പ്രൊഫസറാണ്. നമ്മളല്ലേ പ്രൊഫസർ MK സാനു മാസ്റ്റർ എന്നാണ് പറഞ്ഞത് അല്ലെ. സോ വി നോ ദാറ്റ് ഹി മൈറ്റ് ഹാവ് വർക്ക്ഡ് അല്ലെ ആസ് എ ലെക്ചറർ ഇൻ സംവെയർ. സോ in 1955 1955 അദ്ദേഹം ശ്രീനാരായണ ഗുരു കോളേജ് കൊല്ലത്തെ ശ്രീനാരായണ കോളേജിൽ എന്ത് ചെയ്യുന്നത് ഒരു ലെക്ചറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അല്ലേ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ ആ ഒരു രീതിയിൽ. സോ അങ്ങനെയാണ് അദ്ദേഹം അല്ലെ 1975 എന്ത് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ബയോഗ്രാഫി അല്ലെ നമ്മുടെ ചാപ്റ്റർ എടുത്തിട്ടുള്ള ആ ഒരു പുസ്തകം അല്ലെ 1975 എഴുതുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ വേറെ പല വർക്കുകൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് കാറ്റും വെളിച്ചവും എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു വർക്കാണ് ഇത് ജീവിത സാനുവിൽ എന്ന് പറയുന്ന വേറൊരു ബുക്ക്. പിന്നെയോ കർമ്മഗതി എന്ന് പറയുന്ന വേറൊരു വർക്ക്. സോ കർമ്മഗതി എന്ന് പറയുന്നത് എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ തന്നെ ഓട്ടോബയോഗ്രാഫിയാണ്. അദ്ദേഹത്തിന്റെ തന്നെ അല്ലെ ജീവിതം വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് കർമ്മഗതി. സോ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് ടെക്സ്റ്റിൽ എന്താണ് അല്ലെ കൊടുത്തിട്ടുള്ളത് അബൌട്ട് ദിസ് റൈറ്റർ അല്ലെ ദ ക്രിറ്റിക് what we can say biographer അല്ലെ പ്രൊഫസർ MK സാനു എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റിൽ നോക്കാം. Now you take page number 23. Page number 23 എടുക്കാം. There you can see a description about the author. Professor MK Sanu, who was born in 1928, is a prominent literary figure whose works cover a wide variety of areas, including literary criticism, biography, and translations. He is also an orator par excellence, whose speeches are noted for their academic depth and also for the powerful articulations of social concerns. Professor Sanu has also made sterling contributions in his capacities as a journalist and also as an eminent academic.
So എന്തൊക്കെയാണ് പറയുന്നത് ഇവിടെ? Professor M.K. Sano is a prominent literary figure whose works cover a wide variety of areas, including literary criticism, biography and translation. So അല്ലെ നമ്മൾ പറഞ്ഞതാണ്, is a prominent, അല്ലെ prominent പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്, അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെ ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു, അല്ലെ മലയാളത്തിലൊരു ലിറ്റററി ഫിഗർ ആണ്, അല്ലെ സാഹിത്യകാരനാണ്. Whose works cover a wide variety of areas. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഒരുപാട് ഏരിയാസ് കവർ ചെയ്യുന്നു. അതായത് സാഹിത്യത്തിന്റെ ഒരുപാട് ഏരിയാസ്, അല്ലെ അതായത് ബയോഗ്രാഫി ആയാലും, അല്ലെ ട്രാൻസ്ലേഷൻ ആയാലും, സാഹിത്യ വിമർശനമായാലും, അല്ലെ ഇങ്ങനെ വ്യത്യസ്ത സാഹിത്യ മേഖലകളിൽ അല്ലെ അദ്ദേഹം പ്രാവീണ്യം അല്ലെ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. He is also an orator par excellence. അല്ല പിന്നെന്താണ്? ഈസ് ഓൾസോ ആൻ ഒറട്ട. ഒറട്ട പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ ഒറട്ട പറഞ്ഞ എന്താ? ഒറട്ട എ പബ്ലിക് സ്പീക്കർ, അല്ലെ ഒരു പ്രാസംഗികൻ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഒറട്ട. സോ ഒറട്ട പാർ എക്സലൻസ്. പാർ എക്സലൻസ് പറഞ്ഞ എന്താ? ബെറ്റർ ദാൻ ഓൾ ഓഫ് ദി സെയിം കൈൻഡ്, അല്ലെ ഒരു അതായത് മറ്റുള്ള അല്ലെ പ്രഭാഷകന്മാരെക്കാളും അല്ലെ ബെറ്റർ ആയിട്ടുള്ള എന്നുള്ളതാണ്. അല്ലെ ഒരുപാട് പ്രാസംഗികന്മാരെക്കാളും അല്ലെ നല്ല ഒരു പ്രാസംഗികനാണ് ആര്? നമ്മുടെ പ്രൊഫസർ M.K. Sano മാസ്റ്റർ. So par excellence, those speeches are noted for their academic depth and also for the powerful articulations of social concerns. So അദ്ദേഹത്തിന്റെ സ്പീച്ചസ്, അല്ലെ ആ ഒരു ഓറേഷൻ പറയുന്ന, അല്ലെ ആ ഒരു പ്രസംഗം, അല്ലെ അതാണ് എന്ത് സ്പീച്ചസ്. സോ അത് എന്ത് രീതിയിൽ ശ്രദ്ധ നേടിയെടുത്ത സ്പീച്ചസ് ആണ്? സ്പീച്ചസ് ആർ നോട്ടഡ് ഫോർ ദ ആക്കഡമിക് ഡെപ്ത്, അല്ലെ വളരെ ആക്കഡമിക്, അല്ലെ ആക്കഡമിക്കലി നോക്കുകയാണെങ്കിൽ ഒരുപാട് ആഴമുള്ള അല്ലെ പ്രസംഗമായിരിക്കും അദ്ദേഹത്തിന്റെ, അല്ലെ വളരെ ഡെപ്ത് ഉള്ള അല്ലെ ഒരു പ്രസംഗമായിരിക്കും അദ്ദേഹത്തിൻ്റെത്. പിന്നെയോ ആൻഡ് ഓൾസോ ഫോർ ദി പവർഫുൾ ആർട്ടിക്കുലേഷൻസ് ഓഫ് സോഷ്യൽ കൺസേൺസ്. പിന്നെ എന്താണ്? സാമൂഹികപരമായ അല്ലെ കാര്യങ്ങളിൽ സോഷ്യൽ കൺസേൺസ്, അല്ലെ സാമൂഹികപരമായ പല കാര്യത്തിലും അല്ലെ ഒരുപാട് ഡിസ്കഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്കഷൻ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അല്ലെ ആയുള്ള പ്രസംഗങ്ങളായിരിക്കും ആരുടേത്? നമ്മുടെ പ്രൊഫസർ M.K. Sano മാസ്റ്റർ. പവർഫുൾ ആർട്ടിക്കുലേഷൻസ് ആണ്. ആർട്ടിക്കുലേഷൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതാണ്. സോ അല്ലെ സാമൂഹികപരമായ കാര്യങ്ങൾ അല്ലെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെ ശക്തിയുള്ള അല്ലെ പവർഫുൾ ആയിട്ടുള്ള സ്പീച്ചസ് പ്രസംഗങ്ങളായിരിക്കും. പിന്നെ എന്താണ്? ആക്കഡമിക്കലി നല്ല ഡെപ്തുള്ള അല്ലെ ഒരുപാട് ആഴമുള്ള വിശകലനങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയാം. But now, Professor Sano has also made sterling contributions in his capacities as a journalist. And he has also made his mark, made his presence in the area of journalism. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ജേർണലിസ്റ്റ് ആയിട്ടും അല്ലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾസോ മെയ്ഡ് സ്റ്റെർലിംഗ്. സ്റ്റെർലിംഗ് പറഞ്ഞാൽ എക്സലന്റ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയും നമ്മൾ, അല്ലെ ഗംഭീരമായ എന്ന് പറയില്ലേ, അതാണ് എക്സലന്റ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്. സോ കോൺട്രിബ്യൂഷൻസ് ഇൻ ഹിസ് കപ്പാസിറ്റീസ് ആസ് എ ജേർണലിസ്റ്റ്, ഒരു അല്ലെ പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിലും അദ്ദേഹം അല്ലെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആസ് എൻ എമിനന്റ് അക്കാഡമിക്, അല്ലെ ഒരു വളരെ എമിനന്റ് ആയിട്ടുള്ള, എമിനന്റ് പറഞ്ഞാൽ എ പ്രോമിനന്റ് അല്ല ഒരു ഫേമസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്, അല്ലെ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെ എന്താണ് ഒരു അക്കാഡമിക്, ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള രീതിയിലും അല്ലെ അക്കാഡമിഷ്യൻ എന്നുള്ള രീതിയിലും അദ്ദേഹം ഫേമസ് ആണ്. ഒരു പ്രൊഫസർ എന്നുള്ള രീതിയിലും അല്ലെ അങ്ങനെയുള്ള ഒരു ഇന്റലക്ച്വൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നമ്മൾ എപ്പോഴും അല്ലെ ആഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ആരെ? പ്രൊഫസർ M.K. Sano മാസ്റ്റർ. സോ ഇത്രയാണ് എന്റെ ടെക്സ്റ്റില് അല്ലെ പ്രൊഫസർ M.K. Sano മാസ്റ്ററെ പറ്റി പറയുന്നത്. Now we will move on to the important person who is depicted in the chapter, that is Sri Narayana Guru. So നമുക്കറിയാമല്ലേ ശ്രീ നാരായണ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അല്ലെ, ഒരു ഫിലോസഫർ ആയിരുന്നു, പിന്നെന്താണ് ഒരു സ്പിരിച്വൽ ലീഡറുമായിരുന്നു അല്ലെ. ഒരുപാട് ജാതി ചിന്തകളിലെ മാറ്റി മനുഷ്യനായി കാണാൻ വേണ്ടിയല്ലേ നമ്മളെ പഠിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? ശ്രീ നാരായണ ഗുരു. സോ ഈസ് ഫേമസ് ആസ് എ ഫിലോസഫർ, എ സ്പിരിച്വൽ ലീഡർ
ആൻഡ് ഓൾസോ എ സോഷ്യൽ റിഫോമർ അല്ലെ. ഈ രീതിയിലൊക്കെയും അദ്ദേഹം ഫേമസ് ആണ് അല്ലെ. ഒരു തത്വചിന്തകൻ, ഒരു സ്പിരിച്വൽ ലീഡർ അല്ലെ, ഒരു ആത്മീയ ഗുരു അല്ലെ എന്നുള്ള രീതിയിലും ഫേമസ് ആണ് അദ്ദേഹം. പിന്നെന്താണ്, ഒരു സോഷ്യൽ റിഫോം അല്ലെ, ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന രീതിയിലും അദ്ദേഹം നമുക്ക് പരിചിതനാണ്. He was born in ചെമ്പഴന്തി, ട്രാവൻകോർ അല്ലെ. നമ്മൾ പറഞ്ഞു ശ്രീനാരായണ ഗുരു അല്ലെ ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. നമ്മുടെ സാനു മാസ്റ്ററുടെ അല്ലെ വർക്കും തുടങ്ങുന്നത് അല്ലെ എന്ത് വെച്ചിട്ടാണ്, ഫസ്റ്റ് അല്ലെ ആ ഒരു ബയോഗ്രാഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ എന്താണ്, ചെമ്പഴന്തി എന്നാണ്. സോ അല്ലെ ബിക്കോസ് അതാണ് എന്ത് ശ്രീനാരായണ ഗുരുവിന്റെ ബർത്ത് പ്ലേസ് ഇൻ ട്രാവൻകോർ. നമ്മൾ പറഞ്ഞു അല്ലെ ട്രാവൻകോർ എന്ന് പറയുന്നത് അല്ലെ പ്രാചീന കേരളത്തിൽ. നമ്മൾ ഈ ഒരു ടെക്സ്റ്റിന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ട്രാവൻകോർ ഏരിയ ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഹി വാസ് ബോൺ ഇൻ ടു ആൻ ഈഴവ പാരന്റ്സ്, ഈഴവ ഫാമിലി. സോ അദ്ദേഹം അല്ലെ ഏത് കുടുംബത്തിലാണ് ജനിക്കുന്നത്, ഒരു ഈഴവ. അതായത് ഈഴവ എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ എന്ത് പറയും, തീയ എന്ന് പറയും, തീയ കമ്മ്യൂണിറ്റി. അതായത് ഹിന്ദുവിന്റെ ഒരു സഭ കാസ്റ്റാണ് ഏത്, ഈഴവ അല്ലെങ്കിൽ തീയ എന്ന് പറയുന്നത്. ഹിസ് ഫാദേഴ്സ് നെയിം വാസ് മാടൻ ആശാൻ. സോ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേരാണ് എന്ത്, മാടൻ ആശാൻ എന്ന് പറയും. സോ മദറിന്റെ പേരെന്താണ്, കുട്ടിയമ്മ. കുട്ടിയമ്മയുടെയും അല്ലെ മാടൻ ആശാന്റെയും മകനായിട്ട് അല്ലെ എവിടെ ജനിച്ചത്, ഒരു തീയ കുടുംബത്തിൽ അല്ലെ, ഒരു ഈഴവ ഫാമിലിയില് ജനിച്ച ആളാണ് ആര്, ശ്രീനാരായണ ഗുരു. പിന്നെ അല്ലെ നമ്മൾ നാരായണ ഗുരുവിനെ ഓർക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ല ഓർമ്മിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഫിലോസോഫിക്കൽ ഐഡിയ അല്ലെ ഓഫ് ലൈഫ്, ദാറ്റ് വൺ കാസ്റ്റ് അല്ലെ, വൺ റിലിജൻ ആൻഡ് വൺ ഗോഡ് ഫോർ ഹ്യൂമൻ ബീങ്സ് അല്ലെ, ഫോർ ഓൾ എന്നുള്ളതാണ്. സോ അല്ലെ ഒരു ജാതി, ഒരു മതം അല്ലെ, ഒരു ദൈവമല്ലേ മനുഷ്യന് എന്നുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു സ്ലോഗൻ ഉണ്ടല്ലോ, അതാണ് മാനുഷിക മൂല്യം അല്ലെ നമ്മളേക്ക് ഉണ്ടാക്കാൻ വേണ്ടി അല്ല അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു സ്ലോഗൻ ആണല്ലോ നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ പരിചിതനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ കുറച്ച് പുസ്തകങ്ങളാണ് എഴുതിയ സ്വാനുഭവ ഗീതി, സ്വാനുഭവ ഗീതി എന്ന് പറയുന്ന ഒരു വാക്ക്. പിന്നെ എന്ത് എഴുതിയിട്ടുണ്ട്, അദ്വൈത ദീപിക, അദ്വൈത ദീപിക എന്ന് പറയുന്ന വേറൊരു വാക്ക് അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ജാതി ലക്ഷണം, ജാതി ലക്ഷണം എന്ന് പറയുന്ന വേറൊരു വാക്ക്. പിന്നെ സമസ്യ, സമസ്യ എന്ന് പറയുന്ന വേറൊരു വാക്ക്. പിന്നെ അദ്ദേഹം അല്ല നമ്മുടെ ചാപ്റ്ററിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അല്ലെ ഒരു അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ആശയങ്ങളെ പറ്റി പറയേണ്ടി വരും. സോ ഹി അല്ലെ ഒരു ആ ഒരു ടൈമിൽ, അതായത് ശ്രീനാരായണ ഗുരു അല്ലെ ജീവിച്ചിരുന്ന ആ ഒരു ടൈം അല്ല, ആ ഒരു കാലഘട്ടം നോക്കുമ്പോൾ എന്താണ്, ഈ ഒരു അല്ലെ തീയ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു അല്ലെ അതിന്റെ താഴെ വരുന്ന അല്ലെ കാസ്റ്റിൽ പെടുന്നവർക്കൊന്നും ഈ ഒരു ഹിന്ദു റിലീജനിൽ എന്തില്ല, ഗോഡ് അല്ലെ വേർഷിപ്പിനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല. അല്ലെ ദൈവത്തെ അല്ലെങ്കിൽ ടെമ്പിളിൽ പോവാൻ അല്ലെ എന്ത് പറ്റില്ല, ഇവർക്കൊന്നും പറ്റില്ല. സോ അല്ലെ ശ്രീനാരായണ ഗുരുവിന്റെ ആ ഒരു അല്ലെ 1900 സമയത്താണ് അല്ലെ 20th സെഞ്ചുറിന്റെ തുടക്കത്തില്. സോ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അല്ലെ, അതായത് വെറും ബ്രാഹ്മണർ അല്ലെ അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അമ്പലങ്ങളിലൊക്കെ പോകാൻ പറ്റൂ. സോ ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തു, അദ്ദേഹം അല്ലെ ഈ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി അദ്ദേഹം തന്നെ എന്ത് ചെയ്തു, പല പ്രതിഷ്ഠകളും നടത്തി. സോ ഹൈ കാസ്റ്റിലുള്ള ആൾക്കാരല്ലേ ഇത് കണ്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി അല്ലെ. അതായത് എങ്ങനെയല്ലേ ഒരു ഈഴവൻ എങ്ങനെയല്ലേ ഒരു പ്രതിഷ്ഠ നടത്താൻ പറ്റും അല്ലെ, അവൻ ദൈവത്തെ അശുദ്ധമാക്കി എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പോ ശ്രീനാരായണ ഗുരു എന്ത് പറഞ്ഞു, അല്ലെ ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവന്റെ ദൈവത്തെയാണ് അല്ലെ, ഈഴവ ശിവനെയാണ് ഞാൻ പ്രതിഷ്ഠിച്ചത്, അല്ലാതെ ഒരു ബ്രാഹ്മണ ശിവനെ അല്ല അല്ലെ. ശിവൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു ഗോഡ് ഉണ്ടല്ലോ, ത്രിമൂർത്തികളിൽ പെടുന്ന ഒരു അല്ലെ ലോഡ്, ഒരു ഗോഡാണ് ആര്, ശിവ അല്ലെ. ശിവ, വിഷ്ണു, ബ്രഹ്മ എന്ന് പറയും, 3 അല്ലെ ലോർഡ്സ്, 3 ഗോഡ്സ് ആണ്. സോ അവരിൽ ഒരാളെ അല്ലെ അദ്ദേഹം എന്ത് ചെയ്തു പ്രതിഷ്ഠിച്ചപ്പോൾ അല്ല, അതൊരുപാട്
പ്രശ്നങ്ങൾക്ക് അല്ലെ ഇടയുണ്ടായി. സോ അതൊക്കെ നമ്മൾ ഇവിടെ താഴെ പറയുന്നുണ്ട്. അദ്ദേഹം അല്ലെ എവിടെയാണ്? അരുവിപ്പുറം അല്ല, അരുവിപ്പുറം എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ അല്ലെ ഒരു പ്ലേസിലാണ് അല്ല ഒരു ശിവ പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന പേരിലല്ലേ അത് ഫേമസ് ആണ്. സോ നമുക്ക് കേട്ടിട്ടുണ്ടാവും. സോ ആ ഒരു ശിവപ്രതിഷ്ഠ അല്ലെ അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ കേരളത്തിലല്ലേ അങ്ങോളം ഇങ്ങോളം കണ്ണൂർ അല്ലെ, കണ്ണൂർ അടങ്ങുന്ന സ്ഥലങ്ങൾ അടക്കമുള്ള അല്ലെ സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രീനാരായണ ഗുരു അല്ലെ ഇങ്ങനെ പ്രതിഷ്ഠകളൊക്കെ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി അല്ലെ നടത്തിയിട്ടുണ്ട്. ബ്രാഹ്മണരല്ലാത്തത് അല്ലെ ഒരു നമ്പൂതിരി കാസ്റ്റിൽ പെടാത്ത അല്ലെ ഒരുപാട് ജാതികൾക്ക് വേർഷിപ്പ് ചെയ്യാനായിട്ട്. പിന്നെ അദ്ദേഹം അല്ലെ മെയിനായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മുടെ ചാപ്റ്ററുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ അല്ലെ വർക്കലയാണ് മെയിനായിട്ട്, ശിവഗിരി ആണ് ഇവിടെ നമ്മുടെ ചാപ്റ്ററിന്റെ ഡിസ്കഷൻ. അതായത് ശിവഗിരി അല്ലെ ലേക്ക് ഒരു പിൽഗ്രിമേജ് തീർത്ഥാടനം പോകുന്ന അല്ല കാര്യമാണ് ഇവിടെ ചാപ്റ്ററിൽ ഡിസ്കഷൻ ചെയ്യുന്നത്. സോ ശിവഗിരി ആയിട്ട് അദ്ദേഹം ബന്ധപ്പെടാൻ തുടങ്ങുന്നത് 1904 1904 ആ ഒരു കാലഘട്ടത്തിലാണ്. സോ 1904 എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റാർട്ടഡ് എ സ്കൂൾ ഇൻ ശിവഗിരി, ദാറ്റ് ഈസ് ഇൻ വർക്കല. സോ 1904 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ശിവഗിരി അല്ലെ വർക്കലയില് ഒരു സ്കൂൾ സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞല്ലേ അദ്ദേഹം he took 7 years to complete a temple for all the people. സോ അവിടെ അദ്ദേഹം അല്ലെ 7 വർഷം എടുത്തു അത് കഴിഞ്ഞിട്ടല്ലേ ഒരു ടെമ്പിൾ ഉണ്ടാക്കാൻ. 1904 എന്ത് ചെയ്തു? സ്കൂൾ തുടങ്ങി. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ ശേഷം അല്ല അദ്ദേഹം എന്ത് ചെയ്യാണ്? അവിടെ അല്ല എല്ലാവർക്കും വേണ്ടി ഒരു ടെമ്പിൾ സ്ഥാപിക്കണം. അതായത് എസ്പെഷ്യലി അല്ലെ തീയ കമ്മ്യൂണിറ്റിയിലൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. എവിടെയാണ് ഈ വർക്കല അല്ലെ വർക്കല ശിവഗിരി പറയുന്നത്? ഇറ്റ് ഈസ് എ പ്ലേസ് ഇൻ തിരുവനന്തപുരം അല്ലെ തിരുവനന്തപുരത്തുള്ള ഒരു പ്ലേസ് ആണ് ഇത് ഈ അല്ലെ ശിവഗിരി അല്ലെങ്കിൽ വർക്കല. സോ ആ ഒരു അല്ലെ പ്ലേസിൽ തന്നെയാണ് എന്ത് ശ്രീനാരായണ ഗുരു സമാധി ആയിട്ടുള്ളത് അല്ലെ. അദ്ദേഹത്തിന്റെ ടൂംബ് ആ ഒരു ടൂംബ് സ്ഥാനം അല്ലെ അത് സ്ഥിതി ചെയ്യുന്നതും വർക്കലയിലാണ്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം അല്ലെ അതാണത്. സോ അദ്ദേഹം എന്ത് എപ്പോഴാണ് മരിക്കുന്നത്? സോ ഹി ഡൈഡ് ഇൻ 1928 അല്ലെ. ആ ഒരു ട്രാവൻകോർ വർക്കലയിൽ തന്നെയാണ് അല്ലെ അദ്ദേഹം മരിക്കുന്നത് 1928. ഇത്രയും കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റി അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് അല്ലെ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. സോ ടേക്ക് പേജ് നമ്പർ 22. Sri Narayana Guru, born in 1855 and passed away in 1928, philosopher, poet and a social reformer, was born into a family belonging to the Ijava community, which was considered backward by the caste-ridden society of Kerala. So എന്താ പറയുന്നത്? ശ്രീ നാരായണ ഗുരു അല്ലെ ഫിലോസഫർ, പോയറ്റ് ആൻഡ് സോഷ്യൽ റിഫോമർ അല്ലെ, ബോൺ ഇൻ ടു എ ഫാമിലി ബിലോങ്ങിങ് ടു ദി ഈഴവ കമ്മ്യൂണിറ്റി അല്ലെ. നമ്മൾ പറഞ്ഞു ഈഴവ അല്ലെങ്കിൽ തീയ എന്ന് പറയുന്ന അല്ല ആ ഒരു കമ്മ്യൂണിറ്റിയിലാണ് അല്ല അദ്ദേഹം ജനിക്കുന്നത്. സോ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരുന്നു? വിച്ച് വാസ് കൺസിഡർഡ് എ ബാക്ക്വേർഡ് ബൈ ദി കാസ്റ്റ് റിഡൻ സൊസൈറ്റി ഓഫ് കേരള അല്ലെ. ആ ഒരു കാസ്റ്റ് റിഡൻ അല്ലെ ആ ഒരു ജാതി ചിന്ത നിലനിന്ന അല്ലെ കേരളത്തില് നിലനിൽക്കുന്ന അല്ലെ ജാതി ചിന്തകൾ നിലനിൽക്കുന്ന കേരളത്തിൽ അല്ലെ അതെന്ത് കാസ്റ്റാണ്? ബാക്ക്വേർഡ് അല്ലെ വളരെ താഴ്ന്ന അല്ലെ ഒരു കാസ്റ്റില് ആണ് ഏത് ഈഴവ അല്ലെങ്കിൽ തീയ എന്ന് പറയുന്നത് അല്ലെ. He took the path laid by early Renaissance reformers and led a movement against all kinds of caste discriminations and social injustices and ushered in rise of Renaissance and modernity to the caste-blind land and its people. എന്താ പറഞ്ഞിട്ടുള്ളത്? സോ ഹി ടുക്ക് ദ പാത്ത് ലീഡ് ബൈ ഏർലി റെനൈസൻസ് റിഫോമേഴ്സ്. സോ അദ്ദേഹത്തിന് മുമ്പേ വന്ന അല്ലെ റെനൈസൻസ് പറഞ്ഞാൽ നവോത്ഥാന നായകന്മാർ അല്ലെ കാട്ടിത്തന്ന വഴിയെ അദ്ദേഹം എന്ത് ചെയ്തു? ജനങ്ങളെ അല്ലെ നയിച്ച് മുന്നോട്ട് വന്നു. സോ ഹി ടുക്ക് ദ പാത്ത് ലീഡ് ബൈ ഏർലി റെനൈസൻസ് റിഫോമേഴ്സ്. അല്ലെ തനിക്ക് മുമ്പേ വന്ന നവോത്ഥാന നായകന്മാരെ പോലെ അല്ലെ അവരുടെ പാത പിന്തുടർന്ന് അദ്ദേഹം
കേരള നവോത്ഥാനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു. ആൻഡ് ലെഡ് എ മൂവ്മെന്റ് അഗൈൻസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു നേതൃത്വം കൊടുത്തു. എന്തിനെ? മൂവ്മെന്റ് അഗൈൻസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. എല്ലാ തരത്തിലുള്ള ജാതി ചിന്തകൾക്ക്, ആ ഒരു ജാതി വേർതിരിവിനെതിരായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് എന്നാണ് പറയുന്നത്. ജാതി വേർതിരിവിനെതിരെ ഒരു മൂവ്മെന്റ് ഒരു സമരം, ഒരു പ്രക്ഷോഭം തന്നെയല്ല അദ്ദേഹം കൊണ്ടുവന്നു. അതിന്റെ സോഷ്യൽ ഇൻജസ്റ്റിസസ്, പിന്നെ എന്താണ്, സാമൂഹികപരമായ ഒരുപാട് അനാചാരങ്ങളും അതിനെതിരൊക്കെ അദ്ദേഹം ശബ്ദമുയർത്തി. And ushered in race of renaissance and modernity to the caste blind land and its people. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു അദ്ദേഹം? അങ്ങനെ അഷേർഡ് എന്നിട്ട് അഷേർഡ് പറഞ്ഞ ഗൈഡഡ് ലെഡ് എന്നുള്ളതാണ്. സോ അങ്ങനെ കേരള ജനതയെ എവിടേക്ക് നയിച്ചു? എവിടേക്ക് ഗൈഡ് ചെയ്തു? റേസ് ഓഫ് റിനൈസൻസ് നവോത്ഥാനത്തിന്റെ കിരണങ്ങളിലേക്ക് നവോത്ഥാനത്തിന്റെ വെളിച്ചത്തിലേക്ക് അദ്ദേഹം കേരള ജനതയെ കൊണ്ടുവന്നു. ജാതിയുടെയും സാമൂഹിക അനാചാരങ്ങളുടെയൊക്കെ ഇരുട്ടിൽ നിന്നും അവരെ വെളിച്ചത്തിലോട്ടല്ല അദ്ദേഹം കൊണ്ടുവന്നു. റിനൈസൻസ് ആൻഡ് മോഡേണിറ്റി ടു ദ കാസ്റ്റ് ബ്ലൈൻഡ് ലാൻഡ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. സോ അവർ കാസ്റ്റ് ബ്ലൈൻഡ് ആയിട്ടുള്ള, ജാതി കൊണ്ട് അന്ധന്മാരായി പോയിട്ടുള്ള ആൾക്കാരെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് വെളിച്ചത്തിന്റെ ലോകത്തിലോട്ട് മനുഷ്യനായിട്ട് കാണുന്ന ആ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. Sri Narayana Guru formulated new methods and meanings of devotion by dismantling the elitist concepts of divinity and also by reminding people of the essential need to look into oneself to practice righteousness. So, Sri Narayana Guru formulated new methods and meanings of devotion. So, എന്ത് ചെയ്തു അദ്ദേഹം? പുതിയ മെത്തേഡ്സ് ആൻഡ് ഫോർമുലേറ്റഡ് പറഞ്ഞാൽ ഈ ഫോംഡ് അദ്ദേഹം പടുത്ത് ഉയർത്തി അല്ലെങ്കിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്ത് കൊണ്ടുവന്നു? ന്യൂ മെത്തേഡ്സ് പുതിയ രീതികളും അർത്ഥങ്ങളും മീനിങ്സും എന്തില്? ഡിവോഷൻ ഓഫ് ഡിവോഷൻ, ആരാധന അതായത് ആരാധന എന്നുള്ള നമ്മുടെ ആ ഒരു നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് ടെമ്പിൾസ് ഒക്കെ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നു. ഇപ്പൊ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ഉണ്ടായിരുന്നല്ല ആ ഒരു റൈറ്റ് അദ്ദേഹം താഴ്ന്ന ജാതിക്കാർക്ക് നൽകി എന്നുള്ളതാണ്. സോ ന്യൂ മെത്തഡ്സ് ആൻഡ് മീനിങ്സ് ഓഫ് ഡിവോഷൻ, ആരാധനാ സ്വാതന്ത്ര്യത്തിലേക്ക് പുതിയൊരു രീതി പുതിയൊരു അർത്ഥം അദ്ദേഹം കൊണ്ടുവന്നു. ബൈ ഡിസ്മാന്റിലിംഗ് ദ അലിറ്റിസ്റ്റിക് കോൺസെപ്റ്റ് ഓഫ് ഡിവാനിറ്റി നമ്മൾ അതാണ് പറഞ്ഞത് ആ ഒരു അരുവിപ്പുറം ശിവ പ്രതിഷ്ഠ, അതിലൂടെ അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? dismantled the elitist concept of divinity. Elitist പറഞ്ഞാൽ ഹൈ ക്ലാസ് ആണ് ഹൈ ക്ലാസ് പീപ്പിൾ ആണ്, സൊഫിസ്റ്റിക്കേറ്റഡ് നമ്പൂതിരി, ബ്രാഹ്മിൻ അങ്ങനെയൊക്കെയുള്ള ആ ഒരു എലിറ്റിസ്റ്റ് ഗ്രൂപ്പിന്റെ ആരാധന രീതികളെ തച്ചുടക്കുന്ന പുതിയ രീതികൾ അദ്ദേഹം കൊണ്ടുവന്നു. ഈഴവ ശിവനെയാണ് ഞാൻ പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ആരാധനാ രീതികളെയൊക്കെയും എന്ത് ചെയ്തു? ഉപേക്ഷിച്ചല്ലേ, അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്നൊക്കെയല്ല ആളുകൾക്ക് മോചനം നൽകുന്ന എല്ലാവരുടെയും ദൈവത്തെ അദ്ദേഹം പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. Divinity, and also by reminding people of the essential need to look into oneself to practice righteousness. So എന്ത് ചെയ്യാം അദ്ദേഹം എന്ത് കൊണ്ടുവരുമായിരുന്നു? ടു ലുക്ക് ഇൻ ടു വൺ സെൽഫ്, അതായത് കണ്ണാടി പ്രതിഷ്ഠ അദ്ദേഹം എന്ത് ചെയ്തു? പല സ്ഥലത്തും അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു കണ്ണാടി പ്രതിഷ്ഠിക്കുക. ഗോഡിന്റെ ടെമ്പിളിലൊക്കെ എന്തുണ്ടാവും? ഒരു ഗോഡിന്റെ ഐഡൽ ഉണ്ടാവും സോ ഐഡലിന് പകരം ഒരു മിറർ അവിടെ പ്രതിഷ്ഠിക്കുക. സോ വൺസ് ദ ഡിവോട്ടി he goes to the temple and prays he will be seeing his own reflection into the mirror so എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ഭക്തൻ അവൻ തന്നെയാണ് അവന്റെ ദൈവം. സോ നീ തന്നെയാണ് നിന്റെ ദൈവം സോ എന്ത് ചെയ്യണ്ട? മറ്റു പുറത്തോട്ട് അല്ലെങ്കിൽ
അതിനപ്പുറത്തോട്ടല്ല ദൈവത്തെ തേടി പോകണ്ട അല്ലെ. അവനവന്റെ ദൈവമായിരുന്നാൽ അല്ലെ നമുക്ക് എന്തില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. ആദ്യം എന്ത് ചെയ്യണം, നീ നിന്നെ തന്നെ അല്ലെ ശുദ്ധീകരിക്കൂ, നീ ഒരു ദൈവമായിട്ട് മാറൂ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എസെൻഷ്യൽ നീഡ് ടു ലുക്ക് ഇൻ ടു വൺ സെൽഫ് ടു പ്രാക്ടീസ് റൈച്ചസ്നെസ് അല്ലെ. ആ ഒരു റൈച്ചസ്നെസ്, ശരി അല്ലെ. ശരി എന്നുള്ളത് ആദ്യം ആരോട് ചെയ്യേണ്ടതാണ്? നീ നിന്നോടാണ് അല്ലെ ചെയ്യേണ്ടത്. എന്ത്? നിന്റെ റൈറ്റ് അല്ലെ. എങ്കിലേ എന്ത് ചെയ്യൂ. നമ്മൾ പറയാറുണ്ടല്ലേ എന്ത്, ലേൺ ടു റെസ്പെക്ട് യുവർ സെൽഫ്, ദെൻ ഓൺലി അതേഴ്സ് ക്യാൻ റെസ്പെക്ട് യു അല്ലെ. എന്ത് ചെയ്യുക, നീ മറ്റുള്ളവരുടെ അല്ലെ ബഹുമാനത്തിന് അർഹനാവണമെങ്കിൽ നീ എന്ത് ചെയ്യണം, ആദ്യം നിന്നെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കണം. അൻഡിലെ അൺലെസ് അല്ലെ എന്ത് ചെയ്യില്ല, ആരും നിന്നെ ബഹുമാനിക്കില്ല. സോ ജസ്റ്റ് ലേൺ ടു അല്ലെ റെസ്പെക്ട് യുവർ സെൽഫ് എന്നുള്ള ആ ഒരു ഐഡിയ അദ്ദേഹം കൊണ്ടുവന്നു അല്ലെ. എന്തിലൂടെ? കണ്ണാടി പ്രതിഷ്ഠ എന്നുള്ള ആ ഒരു പുതിയ അല്ലെ ഒരു മെത്തഡ് ഓഫ് ഡിവോഷൻ അല്ലെ, അതിലൂടെ. റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വേർച്യു അല്ലെങ്കിൽ ഗുഡ്നെസ് അല്ലെ. റൈറ്റ് എന്നുള്ളതാണ് വേർച്യു അല്ലെ, ഗുഡ്നെസ്. The consecrations of Shiva idol at Aruvipuram in 1888 and subsequently of the Mira idol are expressions of his revolutionary endeavor. So, എന്താ പറയുന്നത്? The consecrations of Shiva idol at Aruvipuram. നമ്മൾ പറഞ്ഞല്ലോ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ അല്ലെ, തിരുവനന്തപുരത്ത് അരുവിപ്പുറത്തെ അദ്ദേഹം ചെയ്ത ആ ഒരു ഈഴവ ശിവൻ അല്ലെ, ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുക. അതായത് ബ്രാഹ്മണ ശിവനെ അല്ല ഞാൻ പ്രതിഷ്ഠിച്ചത് എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ആശയം. 1888 ആൻഡ് സബ്സിക്വന്റ്ലി ഓഫ് ദ മിറർ ഐഡൽ. സോ അദ്ദേഹം നമ്മൾ പറഞ്ഞല്ലേ മിറർ ഐഡൽ എന്ത് ചെയ്യാം, കണ്ണാടി പ്രതിഷ്ഠ ആർ എക്സ്പ്രഷൻസ് ഓഫ് ഹിസ് റെവല്യൂഷണറി എൻഡാവിയേഴ്സ് അല്ല, അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ അല്ല എൻഡാവിയ പറഞ്ഞ പരിശ്രമങ്ങൾ അല്ലെ, അദ്ദേഹത്തിന്റെ ഉദ്യമങ്ങൾ അല്ലെ, അദ്ദേഹത്തിന്റെ യജ്ഞം അല്ലെ, അതായിരുന്നു എന്ത് ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെ. ആ ഒരു കണ്ണാടി പ്രതിഷ്ഠയും അരുവിപ്പുറം ശിവപ്രതിഷ്ഠയും ഒക്കെ വിപ്ലവകരമായ കാര്യങ്ങളായിരുന്നു. The idea of an annual pilgrimage to Sivagiri was conceived by Guru's followers and later approved by him. So, നമ്മളെ ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? ഈ ഒരു കാര്യമാണ് പറയുന്നത്. The idea of an annual pilgrimage to Sivagiri. So, ശിവഗിരി എന്ന് പറയുന്ന അല്ല ആ ഒരു പ്ലേസിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി ഒരു ടെമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലെ, 7 വർഷം എടുത്തിട്ട് ഒരു ടെമ്പിൾ നിർമ്മിച്ചു അല്ലെ. അവിടെ അദ്ദേഹം അതിനു മുമ്പേ അല്ലെ എന്ത് ചെയ്തിരുന്നു, ഒരു സ്കൂൾ തുടങ്ങിയിരുന്നു അല്ലെ, പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ വേണ്ടി അല്ലെ, താഴ്ന്ന ജാതിയിലെ ആൾക്കാർക്ക് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങിയിരുന്നു. അതിനുശേഷം 7 വർഷം കഴിഞ്ഞ് അദ്ദേഹം അല്ലെ ഒരു ടെമ്പിൾ അവിടെ നിർമ്മിച്ചു നൽകി എല്ലാവർക്കുമായിട്ട്. സോ എന്ത് ചെയ്തു, ആളുകൾക്ക് എന്ത് വേണം, അവിടേക്കല്ലേ പല സ്ഥലത്തേക്കും അല്ലെ പലരും എന്ത് ചെയ്യാറുണ്ട്, എല്ലാ ജാതിയിലും മതത്തിലും വേറെ മതത്തിലൊക്കെ പെട്ടവര് പിൽഗ്രിമേജ് അല്ലെ തീർത്ഥാടന യാത്ര പോവാറുണ്ട് വർഷത്തിൽ. സോ ഈ തീയ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർക്കും എന്ത് വേണം, അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ അല്ലെ ശിഷ്യന്മാര് അദ്ദേഹത്തിനോട് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് അല്ലെ, നമുക്കും എന്ത് വേണം, അങ്ങനെ ഒരു അല്ലെ എന്തെങ്കിലും ഒരു തീർത്ഥയാത്ര. സോ എന്ത് ചെയ്യാം, ശിവഗിരിയിലേക്ക് ഒരു തീർത്ഥയാത്ര അല്ലെ അങ്ങനെ തുടങ്ങാമെന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് അല്ലെ പറയുന്നതാണ് എന്ത് ഈ ചാപ്റ്ററിലെ കാര്യം. ദ ഐഡിയ ഓഫ് ആൻ ആനുവൽ പിൽഗ്രിമേജ്, ആനുവൽ പറഞ്ഞാൽ വാർഷികം അല്ലെ വർഷത്തിലുള്ള പിൽഗ്രിമേജ് ടു ശിവഗിരി വാസ് കൺസീവ്ഡ് പറഞ്ഞാൽ ഫോംഡ് അല്ലെങ്കിൽ ഡിസൈൻഡ് അല്ലെ, ആ ഒരു ആശയം ഉടലെടുക്കുക എന്നുള്ളതാണ്. by Guru's followers and later approved by him. So അദ്ദേഹത്തിന്റെ അല്ലെ ഫോളോവേഴ്സ് ആണ് അത് ആശയം കൊണ്ടുവരുന്നത്. പിന്നെ എന്ത് ചെയ്തു, പിന്നെ അദ്ദേഹം അത് അപ്രൂവ് ചെയ്തു അല്ലെ. ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ അല്ലെ ഓക്കെ നമുക്ക് അങ്ങനെ ഒരു ആചാരം അല്ലെ അങ്ങനെ ഒരു നടപടികൾ അല്ലെ തുടങ്ങാം എന്നുള്ളതാണ്. The suggestions regarding the methods and aims he dictated for the conduct of the pilgrimage manifest the crux of his teaching. സോ ഈ ചാപ്റ്ററിൽ അല്ലെ നമ്മൾ ആ കാര്യമാണ് പറയുന്നത്. സോ അദ്ദേഹം എന്ത് ചെയ്തു അല്ലെ, എല്ലാ തീർത്ഥയാത്ര പോകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളല്ലേ ഒരു വിശ്വാസിയും അല്ലെ അനുഷ്ഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ അല്ലെ ശുദ്ധി, ശരീരശുദ്ധി, മനസ്സിന്റെ ശുദ്ധി, ഇതൊക്കെയല്ലേ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. സോ അദ്ദേഹം അല്ലെ ഈ ഒരു തീർത്ഥയാത്ര വെറും ഒരു അല്ലെ യാത്രയാവരുത്, എന്ത് ചെയ്യണം, മനുഷ്യനല്ലേ അവന്റെ ശാരീരികമായും അല്ലെ മാനസികമായും അവൻ എന്ത് ചെയ്യണം, ഡെവലപ്പ് ആവണം എന്നുള്ള അല്ലെ ആ ഒരു
ഐഡിയ അദ്ദേഹം അല്ലെ പഠിപ്പിക്കുകയാണ്. ദ സജഷൻസ് റിഗാർഡിംഗ് ദ മെത്തഡ്സ് ആൻഡ് എയിംസ് ഹി ഡിക്റ്റേറ്റഡ് ഫോർ ദ കണ്ടക്ട് ഓഫ് ദ പിൽഗ്രിമേജ്. സോ അദ്ദേഹത്തിന്റെ അല്ലെ ആ ഒരു സജഷൻ, ഒരു മെത്തഡ് അല്ലെ ആ ഒരു രീതി, എങ്ങനെ വേണം ശിവഗിരിയിലേക്ക് പോവാൻ അല്ലെ, അദ്ദേഹം ശിവഗിരിയിലേക്ക് പോകുന്ന ഒരു തീർത്ഥാടകൻ അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ അനുഷ്ഠിക്കണം എന്നൊക്കെയുള്ളതാണ്. സോ ഹി ഡിക്റ്റേറ്റഡ് അല്ലെ, ഡിക്റ്റേറ്റഡ് പറഞ്ഞാൽ അട്ടേർഡ് അല്ലെങ്കിൽ അല്ലെ ഹി സ്പോക്ക് എന്നുള്ളതാണ്, അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ്. ഫോർ ദ കണ്ടക്ട് ഓഫ് ദ പിൽഗ്രിമേജ്, കണ്ടക്ട് പറഞ്ഞാൽ പെർഫോമൻസ് അല്ല ആ ഒരു തീർത്ഥയാത്ര എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ടക്ട് ഓഫ് ദി പിൽഗ്രിമേജ്, പെർഫോമൻസ് ഓഫ് ദി പിൽഗ്രിമേജ്. മാനിഫെസ്റ്റ്, മാനിഫെസ്റ്റ് മീൻസ് എക്സിബിറ്റ്സ് അല്ലെ ഷോസ് എന്നുള്ളതാണ്. സോ ആ ഒരു അദ്ദേഹത്തിന്റെ അല്ലെ ആ ഒരു വാക്കുകൾ എന്താണ് കാണിക്കുന്നത്? ദ ക്രക്സ് ഓഫ് ഹിസ് ടീച്ചിങ്സ്, അദ്ദേഹത്തിന്റെ അല്ലെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം എന്തിനു വേണ്ടിയാണോ അല്ലെ ആളുകളെ പഠിപ്പിക്കാൻ, എന്തൊക്കെയാണോ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകളിലും കാണുന്നത് അല്ലെ. ആ ഒരു ശിവഗിരിയിലേക്ക് പോകേണ്ട ഒരു ഭക്തൻ അനുഷ്ഠിക്കേണ്ട അല്ലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അല്ലാതെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനല്ലേ ആളുകളോടൊക്കെയും പറയാനുള്ളത് എന്താണോ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും മനസ്സിലാക്കുന്നത്. ക്രക്സ് എന്ന് പറഞ്ഞാൽ കാതൽ എന്ന് പറയില്ലേ നമ്മൾ, ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് അല്ലെ, കോർ എന്നുള്ളതാണ്. കോർ ഓഫ് ഹിസ് ടീച്ചിങ്സ് അല്ലെ, അതിന്റെ കാമ്പ് അല്ലെ എന്ന് പറയില്ലേ, അതാണ് അദ്ദേഹത്തിന്റെ അല്ലെ ജനങ്ങളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളുടെ എസെൻസ് അല്ലെ, ആ ഒരു എസെൻസ് എന്നുള്ളതാണ് അന്തസത്ത എന്ന് നമ്മൾ പറയില്ലേ. He pronounces the need to modernize one's thoughts and deeds in a connection with everyday life experiences. So എന്താ പറയുന്നത്? He pronounces the need to modernize one's thoughts and deeds. So അല്ലെ ഒരു വ്യക്തിയുടെ പ്രൊനൗൺസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം അല്ലെ പറയുക എന്നുള്ളതാണ്, ഉച്ചരിക്കുക അല്ലെങ്കിൽ പറയുക. ദ നീഡ് ടു, എന്ത് ആവശ്യം അല്ലെ, എന്തിന്റെ ആവശ്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്? ഒരു വ്യക്തിയുടെ അല്ലെ ചിന്തകളെയും തോട്ട്സ് ആൻഡ് ഡീഡ്സ് അല്ലെ, ഡീഡ്സ് പറഞ്ഞാൽ പ്രവൃത്തികൾ അല്ലെ, ചിന്തകളെയും പ്രവൃത്തികളെയും മോഡേണൈസ് ചെയ്ത് അല്ലെ എന്ത് ചെയ്യുക, അവൻ ഡെവലപ്പ് ആവുക എന്നുള്ളതാണ്. The need to modernize one's thoughts and deeds in connection with the everyday life experience. So ദൈനംദിന ജീവിതത്തിൽ അല്ലെ ഓരോ വ്യക്തി എന്ത് ചെയ്യണം? സ്വയം അല്ലെ ഡെവലപ്മെന്റിനായിട്ട് ശ്രമിക്കണം അല്ലെ, അവന്റെ ചിന്തകളും അല്ലെ പ്രവൃത്തികളും എന്ത് ചെയ്യണം? മോഡേണൈസ് ചെയ്യപ്പെടണം അല്ലെ, ശുദ്ധിയാക്കപ്പെടണം എന്നുള്ളതാണ്. The social sensitiveness with which he connects the purpose of the pilgrimage to education, cleanliness, piety, organization, cultivation, trade, handicraft, and a technological training shows his visionary zeal. The social sensitiveness with which he connects the purpose of the pilgrimage. So, the social sensitiveness എന്ന് പറഞ്ഞാൽ സാമൂഹിക വികാരങ്ങൾ, വിത്ത് വിച്ച് ഹി കണക്ട്സ് ദി പർപ്പസ് ഓഫ് ദ പിൽഗ്രിമേജ്. സോ ഈ ആൾക്കാരുടെ അല്ലെ സാമൂഹിക വികാരങ്ങൾ പിൽഗ്രിമേജിൽ അല്ലെ ആ ഒരു തീർത്ഥയാത്രക്ക് വേണ്ടിയുള്ള അല്ലെ അവരുടെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആൾക്കാരുടെ ആ ഒരു ആഗ്രഹം. സോ അതിനെ ആ ഒരു ആഗ്രഹത്തെ അദ്ദേഹം എന്തൊക്കെയായിട്ട് കണക്ട് ചെയ്യുകയാണ് അല്ല, അവരുടെ ഡെവലപ്മെന്റിനുള്ള ആഗ്രഹവും കൂടിയായിട്ട് അല്ലെ അദ്ദേഹം കണക്ട് ചെയ്യാണ്. സോ അത് അല്ലെ ആഗ്രഹം മാത്രം പോരാ, എന്ത് വേണം അതിന്റെ കൂടെ അല്ലെ നമ്മള് ഒരു വ്യക്തിയും അല്ലെ അതേ അതിനൊത്ത് ഉയരണം എന്നുള്ളതാണ്, ഡെവലപ്ഡ് ആകണം. ഏതൊക്കെ രീതിയിൽ? എഡ്യൂക്കേഷൻ അല്ലെ. സോ വിത്ത് പിൽഗ്രിമേജിന് പോകുമ്പോൾ അല്ലെ എന്തും കൂടി ആവാം, എഡ്യൂക്കേഷൻ അല്ലെ, എഡ്യൂക്കേഷണൽ പേർപ്പസ് ഉണ്ടാവണം, ജീവിതത്തിൽ എന്തെങ്കിലും അല്ലെ പഠിക്കണം എന്നുള്ളതാണ്. പിന്നെയോ ക്ലീൻലിനെസ് അല്ലെ, ഒരു വ്യക്തി ശുചിത്വം അല്ലെ, ഒരു വ്യക്തി എന്ത് ചെയ്യണം? പേഴ്സണൽ ക്ലീൻലിനെസ് അല്ലെ, അത് പഠിക്കണം. പിന്നെ പെയ്റ്റി അല്ലെ, പെയ്റ്റി പറഞ്ഞാൽ ഹോളിനെസ് അല്ലെ, ആ ഒരു ഹോളിനെസ് ഉണ്ടല്ലോ, ദൈവികത, അതും കൂടി എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പിന്നെ ഓർഗനൈസേഷൻ അല്ലെ, ഒരുമിച്ച് നിൽക്കുന്നതിന്റെ അല്ലെ ആ ഒരു ശക്തി അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ, ഒരു കാര്യം ഓർഗനൈസ് ചെയ്യുന്നതിന്റെ അല്ലെ ആ ഒരു ബേസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കൾട്ടിവേഷൻ അല്ലെ, എന്തെങ്കിലും ഒരു കൾട്ടിവേഷൻ അല്ലെ, ആ ഒരു കൃഷിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പിന്നെ ട്രേഡ്, പിന്നെ ഒരു തൊഴിൽ അല്ലെ, അതും ചെയ്യണം. പിന്നെ ഹാൻഡിക്രാഫ്റ്റ് അല്ലെ, ഒരു കരകൗശല വേലയും അത് അല്ലെ പഠിക്കാം എന്നുള്ളതാണ്. പിന്നെയോ ടെക്നോളജിക്കൽ ട്രെയിനിങ് അല്ലെ, ഇപ്പൊ ഒരു പിൽഗ്രിമേജിന് പോകുന്ന ആൾക്ക് എന്ത് ചെയ്യാം?
അല്ലെ ഒരു ആകെ മൊത്തം ഒരു വ്യക്തി വികസനമാണ് അദ്ദേഹം പിൽഗ്രിമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വെറും ഒരു അല്ലെ ദൈവത്തിന്റെ അടുത്ത് പോയിട്ടുള്ള ഒരു എന്നെ രക്ഷിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയല്ല അല്ലെ. സോ വ്യക്തിയാണ് ആരെ രക്ഷിക്കേണ്ടത്, വ്യക്തിയെ രക്ഷിക്കേണ്ടത്. സോ മാൻ അല്ലെ ഷുഡ് ബി ഹിസ് ഓൺ ഗോഡ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. അദ്ദേഹത്തിന് കണ്ണാടി മിറർ അല്ലെ ഐഡൽ പ്രതിഷ്ഠ അല്ലെ അതും അത് തന്നെയാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് ആകെ മൊത്തം അല്ലെ എന്ത് ചെയ്യാം, വ്യക്തിക്കല്ലേ വ്യക്തിയെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പിൽഗ്രിമേജിനെ മാറ്റാം എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ടെക്നോളജിക്കൽ ട്രെയിനിങ് ഷോസ് ഇസ് വിഷണറി സീൽ. സോ ഈ അല്ല അദ്ദേഹം ഇതും രണ്ടും കണക്ട് ചെയ്ത്, അതായത് തീർത്ഥയാത്രയെ അല്ലെ ഒരു വ്യക്തി വികസനവുമായി കണക്ട് ചെയ്ത് അല്ലെ അദ്ദേഹം അസോസിയേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ എന്താണ് അവിടെ കാണുന്നത് അദ്ദേഹത്തിന്റെ അല്ലെ, ഇറ്റ് റിയലി ഷോസ് ഇസ് വിഷണറി സീൽ. ഒരു അല്ലെ വിഷണറി എന്ന് പറഞ്ഞാൽ ദീർഘദർശി അല്ലെ, ഒരു വീക്ഷണമുള്ള അല്ലെ ഒരു വ്യക്തിയെ, ഒരു സീൽ, അദ്ദേഹത്തിന്റെ സീൽ പറഞ്ഞാൽ എന്തൂസിയാസം അല്ലെ. സോ ഒരു ദീർഘദർശിയുടെ അല്ലെ ആ ഒരു എന്തൂസിയാസമാണ് നമ്മൾ അവിടെ അദ്ദേഹത്തില് കാണുന്നത് അല്ലെ. ഒരു കാലത്തിനൊത്ത് എന്ത് ചെയ്യുക, വ്യക്തി വികസിച്ചു വരിക എന്നുള്ള അല്ലെ ദീർഘമായ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയ ഒരു പേഴ്സണെയാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിൽ അപ്പോ ദർശിക്കുന്നത്. Now look at the next sentence. The paradigm shift that he has brought to the concept of spirituality from being an abstract notion to the performance of healthy practices is indeed path-breaking and of contemporary relevance. So like that paradigm shift. So എന്താണ് ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് അല്ലെ ഷിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സാമ്പിൾ ഷിഫ്റ്റ്, ആ ഒരു മോഡൽ അല്ലെ മോഡൽ വർക്കാണ്. ഒരു എല്ലാവർക്കും മാതൃകാകരമായ അല്ലെ ഒരു മാറ്റം, അതാണ് അദ്ദേഹം ആ ഒരു ഷിഫ്റ്റ് അതാണ് കൊണ്ടുവന്നത് അല്ലെ. ആരാധന രീതികളിൽ അല്ലെ പുതുമ കൊണ്ടുവന്ന അദ്ദേഹം സ്പിരിച്വാലിറ്റി അല്ലെ ആത്മീയത എന്നുള്ള അല്ലെ ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ എന്ത് ചെയ്തു, പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. സോ ദാറ്റ് പാരഡൈം ഷിഫ്റ്റ് അല്ല ദാറ്റ് ഹാസ് ബ്രോട്ട് ടു ദി കോൺസെപ്റ്റ് ഓഫ് സ്പിരിച്വാലിറ്റി. സോ എങ്ങനെയില്ല സ്പിരിച്വാലിറ്റി അതുവരെ അല്ലെ എങ്ങനെയായിരുന്നു, ഫ്രം ബീങ് ആൻ ആബ്സ്ട്രാക്ട് നോഷൻ അല്ലെ വെറും ആബ്സ്ട്രാക്ട് നോഷൻ, അതായത് അമൂർത്തമായ അല്ലെ രൂപമില്ലാത്ത ദൈവത്തെ അല്ലെ ആരാധിക്കുന്ന രീതി അല്ലെ അതിൽ നിന്ന് മാറി അല്ലെ ആളുകൾ എന്ത് ചെയ്യാം, രൂപമുള്ള അല്ലെ സ്വന്തം ഉള്ളിലുള്ള ദൈവത്തെ ആരാധിക്കുന്ന അല്ലെ ക്ലീൻലിനെസ്, വ്യക്തിയുടെ അല്ലെ ധർമ്മങ്ങൾ, അവന്റെ ഓർഗനൈസേഷണൽ പവർ, അവനെ അല്ലെ എന്ത് ചെയ്യുക എഡ്യൂക്കേഷനല്ല അല്ലെ അവന്റെ ആ ഒരു എഡ്യൂക്കേഷനിലൂടെ ഡെവലപ്മെന്റിലോട്ട് വരേണ്ട അവന്റെ അല്ല ആ ഒരു കാര്യം, ഇതൊക്കെയും പഠിപ്പിക്കുന്ന അല്ലെ വ്യക്തിയെ ദൈവമായി കാണാൻ പഠിപ്പിക്കുന്ന ഒരു പുതിയ ഷിഫ്റ്റ് അല്ലെ അതാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ദ പാരഡൈം ഷിഫ്റ്റ് ഹാസ് ബ്രോട്ട് ടു ദി കോൺസെപ്റ്റ് ഓഫ് സ്പിരിച്വാലിറ്റി. ആത്മീയതയ്ക്ക് അദ്ദേഹം കൊണ്ടുവന്ന പുതിയ മാനങ്ങൾ അല്ലെ അതെന്താണ്, ഫ്രം ബീങ് അല്ലെ എങ്ങനെയുള്ളതിൽ നിന്ന് എങ്ങോട്ടെ, വെറും ഒരു അല്ലെ രൂപമില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്ന അല്ലെ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറി എന്ത് ചെയ്യുക, അവനവന്റെ ഉള്ളിലേക്കുള്ള ദൈവത്തെ അവനവനെ കാണിച്ചു കൊടുക്കുന്ന അല്ലെ രീതിയിലോട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. നോഷൻസ് ടു ദ പെർഫോമൻസ് ഓഫ് ഹെൽത്തി പ്രാക്ടീസസ്. സോ അല്ലെ ആരോഗ്യകരമായ പ്രാക്ടീസസ് അല്ലെ രീതികളിലോട്ട് മനുഷ്യനെ കൊണ്ടുവരുന്നത്. അതാണ് മുമ്പേ പറഞ്ഞത് അല്ലെ എഡ്യൂക്കേഷൻ, ക്ലീൻലിനെസ്, പെയ്റ്റി, ഓർഗനൈസേഷൻ, കൾട്ടിവേഷൻ എന്നൊക്കെ. സോ ഇതൊക്കെയാണ് അദ്ദേഹം അല്ലെ ഒരു പിൽഗ്രിമേജിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വെറും ഒരു അല്ലെ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അല്ലെ എന്നെ അല്ലെ കാത്തോളനെ എന്നുള്ള ഒരു പ്രാർത്ഥന അല്ലെ മാത്രമല്ല എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് അല്ലെ ഇൻഡീഡ് എ പാത്ത് ബ്രേക്കിംഗ് അല്ലെ ഒരു പാത്ത് ബ്രേക്കിംഗ് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് അല്ലെ ഒരു എൻറ്റയർലി ന്യൂ ഐഡിയ എന്നുള്ളതാണ്. സോ ഒരു അല്ലെ ആകെ മൊത്തം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അതുവരെ ഇല്ലാത്ത അല്ലെ ഒരു പുതിയ കാര്യമായിരുന്നു എന്ത് ഈ ഒരു കാര്യം. ഇറ്റ് ഈസ് ഓഫ് കോണ്ടംപററി റെലവൻസ്. പിന്നെ എന്താണ് സമകാലിക പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയായിരുന്നു അല്ലെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് അല്ല ആ ഒരു ടൈമിന്റെ ആവശ്യം ആ ഒരു 1900 അല്ലെ അദ്ദേഹം ഏത് വർഷമാണ് സ്കൂൾ ആരംഭിക്കുന്നത്, 1904
4-ലാണ്. പിന്നെ അല്ലെ ഒരു ടെമ്പിള് അല്ല അവിടെ നിർമ്മിച്ചു വരുന്ന അല്ലെ പൂർത്തിയാവുന്നത് ഏകദേശം എപ്പോഴാണ്? 4+7 അല്ലെ 1911 അല്ലെ 12 ആ ഒരു ടൈമിലാണ് ടെമ്പിൾ അല്ലെ ശിവഗിരിയിൽ വരുന്നത്. സോ ആ ഒരു ടൈം എന്ന് പറയുന്നതല്ലേ നമുക്കറിയാം ബ്രിട്ടീഷുകാരും ഒക്കെയും അല്ലെ നമ്മളെ അടക്കി ഭരിക്കുന്ന സമയമാണ്. പോരാത്തതിനല്ലേ ഒരുപാട് ജാതി അല്ലെ ചിന്തകളിലാലെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. സോ ഇതിൽ നിന്നൊക്കെ അല്ലെ എന്ത് ചെയ്യണമെങ്കിൽ മുക്തമാവണമെങ്കിൽ അല്ലെ ആ മനുഷ്യൻ എന്ത് വേണം? സ്വയം അല്ലെ ദൈവമായിട്ട് മാറേണ്ടി വരും. ഓരോ അല്ലെ പറയനും ഓരോ പുലയനും അല്ലെ ഓരോ തീയനും എന്ത് ചെയ്യേണ്ടി വരും? അവനവന്റെ ദൈവമായാലേ ഇതൊക്കെയും സാധ്യമാകൂ. അതുകൊണ്ടാണ് അദ്ദേഹം അല്ലെ എന്ത് ചെയ്തത്? എഡ്യൂക്കേഷനിലൂടെ വളരുക അല്ലെ പിന്നെ എന്താ ചെയ്യുക? വ്യക്തി ശുചിത്വം അല്ലെ പിന്നെ ഓർഗനൈസേഷൻ അല്ല ആ ഒരു ഒരുമിച്ച് നിൽക്കുന്നതിന്റെ അല്ലെ ശക്തി എന്താണെന്ന് അല്ലെ ആളുകള് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും അല്ലെ ചെയ്തു വരിക. സോ അതെന്താണ്? ഒരു സമകാലിക പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം അല്ലെ ഇതിലൂടെയൊക്കെ ഉയർത്തി കാട്ടിയത് എന്നുള്ളതാണ്. സോ ഇത്രയാണ് എന്ത് ശ്രീനാരായണ ഗുരുവിനെ പറ്റി അല്ലെ ടെക്സ്റ്റിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി we will move on to the discussion of the chapter. അല്ലെ ചാപ്റ്ററിനെ പറ്റി നമുക്കൊരു ഏകദേശ ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ശിവഗിരി തീർത്ഥാടനത്തിലേക്ക് പോവാൻ വേണ്ടിയുള്ള അല്ലെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ഫോളോവേഴ്സ് അല്ലെ അവരുടെ ഒരു ആഗ്രഹം അല്ലെ. കാരണം എല്ലാവരും തീർത്ഥാടയാത്രക്ക് അല്ലെ വർഷത്തോറും പലരും അല്ലെ പല ജാതിയിലും മതത്തിലും പെടുന്നവരും തീർത്ഥയാത്രയ്ക്ക് പോവാറുണ്ട് അല്ലെ. പക്ഷെ താണ ജാതിയിലുള്ള അല്ലെങ്കിൽ തീയ കമ്മ്യൂണിറ്റിയിലുള്ള അല്ല അവർക്കൊന്നും അങ്ങനെയുള്ള ഒരു അല്ലെ യാത്രകളൊന്നും ഇല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ അല്ലെ ആ ഒരു പരിഭവം അല്ലെ അത് അറിയിക്കുകയാണ് അവര് ഗുരുവിനെ അറിയിക്കുന്നതായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. സോ ഗുരു എന്ത് ചെയ്യും? അല്ല അതിനായിട്ട് അവർക്ക് അനുമതി കൊടുക്കുകയാണ്. സോ അദ്ദേഹം അല്ലെ നമ്മൾ പറഞ്ഞു വെറും ഒരു തീർത്ഥയാത്ര എന്ന് പറയുന്നത് വെറും ഒരു അല്ലെ യാത്രയല്ല. എന്താണ്? അതിലൂടെ വ്യക്തി അല്ലെ വികസിക്കണം എന്നുള്ളതാണ്. അതൊരു അല്ലെ കണ്ടംപററി റെലവൻസ് ഉള്ള ഒരു കാര്യമായിട്ട് അദ്ദേഹം അല്ലെ പറയാണ്. അങ്ങനെ അല്ലെ ദീർഘദർശിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? ശ്രീ നാരായണ ഗുരു. സോ നമ്മുടെ ചാപ്റ്ററിലല്ലേ അദ്ദേഹത്തെ സമീപിക്കുന്ന 2 persons അല്ലെ who are the 2 people who approach Guru with such a request in order to conduct an annual pilgrimage to Sivagiri, just like what the other people, people in other communities, in the religions or other caste, the high caste, the people, just like they do, these people also want to have some such kind of pilgrimage to holy place. So they prefer the place Shivagiri. ആ ഒരു ആവശ്യമായിട്ട് അവർ വരികയാണ് അല്ലെ ശിവഗിരിയിലേക്ക് ഒരു യാത്ര എന്നുള്ളത് ആണ് ഐഡിയ. സോ ആവശ്യമായിട്ട് വരുന്നത് 2 ആൾക്കാരാണ്. മെയിൻ ആയിട്ടും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ബട്ട് നമ്മുടെ ചാപ്റ്ററിൽ അപ്പിയർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് 2 persons ആണ്. ആരൊക്കെയാണ്? ഓഫ്കോഴ്സ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ആള് നമ്മുടെ ശ്രീനാരായണ ഗുരു ആണ് ഒരു ക്യാരക്ടർ ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരാണ് ആ ഒരു പേഴ്സൺ. പിന്നെ സെക്കൻഡ് പേഴ്സൺ TK കിറ്റൻ റൈറ്റർ. സോ TK കിറ്റൻ റൈറ്റർ ആണ് ആരെ സെക്കൻഡ് ആയിട്ട് വരുന്നത് ആ ഒരു റിക്വസ്റ്റുമായിട്ട്. I think we can wind up our lecture for today and we will finish the chapter in the next class.